നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. ഇതിൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ശനിയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന കോട്ടയം കോഴിക്കോട് LD ക്ലർക്ക് പരീക്ഷയെ കുറിച്ചിട്ടാണ്. അപ്പൊ പരീക്ഷയുടെ ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ കട്ട് ഓഫ് ആയിട്ട് നമ്മുടെ ഈ ഒരു തൊഴിൽ വാർത്തയ്ക്കകത്ത് തൊഴിൽ വീതിക്കകത്ത് പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് 62 മാർക്ക് മുതൽ 67 മാർക്ക് വരെയാണ് ഇതിന്റെ കട്ട് ഓഫ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബാക്കി ഫേസുകൾ അപേക്ഷിച്ച് ഈ ഫേസിലെ പരീക്ഷയ്ക്ക് 62 67 മാർക്ക് എന്ന് പറയുന്നത് ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക കേട്ടോ. അപ്പൊ നമ്മുടെ LDC കോട്ടയം കോഴിക്കോട് പരീക്ഷ എഴുതിയത് 69.57% ആൾക്കാരാണ് എന്നുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് പോലീസ് ഡ്രൈവർ PSC വക കട്ട് ഷോർട്ട് ലിസ്റ്റ് എന്നാണ് കേട്ടോ. വേറൊന്നുമല്ല, കഴിഞ്ഞ വർഷത്തെക്കാളും ഒരുപാട് ആൾക്കാരെ കുറച്ചുകൊണ്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് ഇത്തവണ നമ്മുടെ പോലീസ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ നമ്മുടെ WCPO CPO ഡ്രൈവറിന്റെ ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഷ്ടമായിട്ടുള്ള കേസ് എന്ന് പറയുന്നത് നമ്മുടെ CPO WCPOയുടെ കേസാണ്. കാര്യം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 6 മാസമായിട്ടും ഇനി മുന്നിലുള്ളത് 6 മാസം മാത്രമാണ്. 6 മാസമായിട്ടും ഇതുവരെ നിയമനങ്ങൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കാര്യം DGP ഉൾപ്പെടെയുള്ള ആൾക്കാർ സർക്കുലറിൽ പറയുന്നുണ്ട് സർവീസിൽ അല്ലെങ്കിൽ സേനയിൽ പോലീസിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റും എടുത്തിട്ട് ആദ്യത്തെ 100 പേർക്ക് പോലും ഇത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ഭരണകൂടത്തിനോടും അല്ലെങ്കിൽ PSCയോടുമുള്ള നമ്മുടെ ഒരു വിശ്വാസം പോകുന്ന തരത്തിലുള്ള പരിപാടികളാണ് ചെയ്തു കൂട്ടുന്നത്. അപ്പൊ എന്തായാലും ഒരിക്കലും മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യമല്ല ഇത്. എല്ലാ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. അപ്പൊ അതിന് എന്ത് ചെയ്യുക? ഇനി 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ മുന്നിലുള്ളൂ. ഇത് കാണിക്കുന്നത് ശുദ്ധ അസംബന്ധമാണെന്നേ പറയാനുള്ളൂ. ആ ഒരു വാക്കല്ല അവിടെ ഉപയോഗിക്കാനുള്ളത്. എന്തായാലും ഒട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. പഠിച്ച് പരീക്ഷ എഴുതുന്ന പിള്ളേരെ മണ്ടന്മാരാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും അതിനൊരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന ഡ്രൈവറിന്റെ കേസ് നോക്കുമ്പോഴും അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഒന്ന് നോക്കി നോക്കിയേ, പുതിയ ലിസ്റ്റിനകത്ത് മെയിൻ ലിസ്റ്റിനകത്തുള്ളത് 560 പേര്, പുതിയ ലിസ്റ്റിൽ 560 പേര്. മുൻ വർഷത്തെ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നത് 1518 പേര് എന്ന് പറയുമ്പോൾ ഏകദേശം 1000 പേരുടെ കുറവ് കാണാൻ പറ്റുകയാണ് അല്ലെ. അതുപോലെ തന്നെ ടോട്ടൽ ലിസ്റ്റ് നോക്കിയാൽ എല്ലാം കൂടി നോക്കുമ്പോഴത്തേക്കും മെയിൻ ലിസ്റ്റിൽ ഇത്തവണ ഉള്ളത് 813 പേര്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് 2465 പേര്. അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് കയറ്റാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു മുൻ വർഷത്തെ ലിസ്റ്റും ഈ വർഷത്തെ ലിസ്റ്റും കൂടെ നോക്കുമ്പോഴത്തേക്കും ആനയെ ആട്ടുംകുട്ടി തമ്മിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാൻ പറ്റുകയാണ് അല്ലെ. അപ്പോ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ട് 4 കോടി രൂപയ്ക്ക് ബസ്സും വാങ്ങിച്ച് അനാവശ്യമായിട്ടുള്ള മീറ്റിങ്ങുകളും വലിച്ച് കയറ്റി അതിനൊന്നും ഒരു പ്രശ്നവുമില്ല ഇവിടെ. ഇതുപോലെ അത്യാവശ്യത്തിന് വേണ്ട ആൾക്കാർക്ക് ജോലി കൊടുക്കാനുള്ളതും റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കയറ്റാനും ഒക്കെയാണ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി. ബാക്കി ഒന്നിനും ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് ആക്ച്വലി. അതുപോലെ തന്നെ നമ്മുടെ 10th ലെവൽ പ്രിലിംസ് ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഡിസംബറിന് വരുന്നുണ്ട്. 25 പരീക്ഷകളാണ് ഡിസംബറിന് വരാനായിട്ട് പോകുന്നത്. അപ്പോ കഴിഞ്ഞ നമ്മുടെ LDC പരീക്ഷ ഒന്നും നല്ല രീതിയിൽ എഴുതാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക? ഈ പറയുന്ന 10th പ്രിലിംസിനൊക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പൊ അതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 11 വരെയാണ്. ഒരിക്കലും നിങ്ങളത് വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ പരീക്ഷകൾ വരുമെന്നുള്ള കാര്യം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബറിലെ പരീക്ഷാ കലണ്ടർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനത് ഈ വീഡിയോയുടെ അവസാനം അത് പിൻ ചെയ്തേക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. ഓക്കെ, അപ്പൊ ഏതൊക്കെ പരീക്ഷകളാണ് വരുന്നതെന്ന് അതിനകത്ത് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് 10th ലെവൽ പ്രിലിംസ് ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷകളാണ്. LGS പരീക്ഷയും 10th ലെവൽ പ്രിലിംസിന്റെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി തന്നെ നമ്മളിപ്പോ നിലവില് LGSന്റെയും അതുപോലെ തന്നെ 10th പ്രിലിംസിന്റെയും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ തരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അതിന് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമ്മൾ 10th പ്രിലിംസിന് നിലവില് അപേക്ഷകൾ വന്നിട്ടുള്ളത് 31 ലക്ഷം അപേക്ഷകളാണ്. 10th പ്രിലിംസിന് 31 ലക്ഷം അപേക്ഷകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ LGS പരീക്ഷ നവംബർ 2 മുതൽ തുടങ്ങുന്നു എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. 10th പ്രിലിംസ് 3 അല്ലെങ്കിൽ 4 ഘട്ടങ്ങളായിട്ടായിരിക്കും നമ്മുടെ 10th പ്രിലിംസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്.
ഡിസംബർ അല്ലെങ്കിൽ പരീക്ഷ ഡിസംബർ 7 വരെ 4 ഘട്ടങ്ങളായിട്ട് നമ്മുടെ LGS പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് LGSന്റെയും അതുപോലെ തന്നെ 10th പ്രിലിംസിന്റെയും പരീക്ഷകളുടെ ഒരു കാലമാണ്. അപ്പൊ എന്തായാലും മാക്സിമം നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ LDC പരീക്ഷയിലെ പത്തനംതിട്ട, കാസർഗോഡ് ജില്ലയിൽ നിന്ന് 4 ചോദ്യങ്ങൾ ഒഴിവാക്കി 2 ചോദ്യങ്ങൾ തിരുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴ, പാലക്കാട് പരീക്ഷയിലെ 3 ചോദ്യങ്ങൾ ഒഴിവാക്കി 3 ചോദ്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തില് 7 ചോദ്യങ്ങൾ ഒഴിവാക്കി ഉത്തരങ്ങൾ തിരുത്തിയത് 5 ചോദ്യങ്ങൾക്കാണ്. അപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് PSCയുടെ കാര്യത്തിൽ. നേരത്തെ 10ഉം 18ഉം ഒക്കെ വന്നിടത്ത് ഇപ്പൊ 5ഉം 6ഉം ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ BFIയുടെ നിയമനം തിരുവനന്തപുരത്ത് 29 നിയമനങ്ങളോട് വരുന്നുണ്ട്. നഴ്സറി സ്കൂൾ ടീച്ചർ 4 ചോദ്യങ്ങൾ ഒഴിവാക്കി ഒരു ഉത്തരം തിരുത്തിയിട്ടുണ്ട്. പാർട്ട് ടൈം ശാന്തി സർട്ടിഫിക്കറ്റ് പരിശോധന 7-ാം തീയതി മുതലുണ്ട്. സെക്രട്ടേറിയറ്റ് PSC കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ 849 പേര് വന്നിട്ടുണ്ട്. സ്റ്റാഫ് നഴ്സിലേക്ക് 51 പേർ കൂടി നിയമനങ്ങൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നഴ്സറി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ 6 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റ് ഉൾപ്പെടെയുള്ള 4 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വന്നിട്ടുണ്ട്. PSC ഈ ആഴ്ച നടത്തിയിട്ടുള്ള പരീക്ഷകൾ, ഇന്റർവ്യൂകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. PSC അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് LDC തിരുവനന്തപുരം, സർവകലാശാല അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ് എറണാകുളം, LGS കണ്ണൂർ, LGS വയനാട്, ഇത്രയും കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നിലവിൽ ഫോഴ്സ് 2025 എന്ന് പറയുന്നത് 2025 നടക്കാനായിട്ട് പോകുന്ന നമ്മുടെ ഫോഴ്സ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ CPO, എക്സൈസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. 999 രൂപയാണ് എന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ 996111699272. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ഈ നമ്പറിലേക്ക് നിങ്ങൾ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഫോഴ്സ് FORC, ഓക്കെ, ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഇതിൽ ഈ ഒരു നമ്പറിലേക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.